ചെറിയൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി നമുക്ക് സ്കിന്നിലും ഹെയറിലും കുറേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് വൈറ്റമിൻ B12 പറ്റിയാണ്. വൈറ്റമിൻ B12 അല്ലെങ്കിൽ കൊബാലമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ യൂഷ്വലി ആൾക്കാർ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ B12. ഈ B12 ഒരു ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്ലഡ് സെൽസ്, അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനിൽ, അതേപോലെ തന്നെ DNA സിന്തസിസ്, ലൈക്ക് സെൽ റീജനറേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഈ B12 ഭയങ്കര വലിയ റോളുണ്ട്. ഇപ്പോൾ B12 ഡെഫിഷ്യൻസി കൂടുതലും മാനിഫെസ്റ്റ് ചെയ്യുക നമ്മുടെ അനീമിയ, രക്തക്കുറവ്, ആ രീതിയിലും അതേപോലെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ആയിട്ടാണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റും ബ്രെയിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് യൂഷ്വലി B12 ഡെഫിഷ്യൻസിയിൽ കൂടുതലും കണ്ടുവരാറുള്ളത്. ഇത് കൂടാതെ തന്നെ സ്കിന്നിലും ഇതിന്റെ പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ് നമുക്ക് കാണാം. സ്കിന്നിലും ഹെയറിലും നെയിൽസിലും. ഹെയറിൽ മെയിൻലി ബിക്കോസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇത് റെഡ് സെൽസ്, അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ ഈ ഓക്സിജൻ ക്യാരിയിങ് കുറയും ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഓക്സിജൻ ക്യാരിയിങ് ഇത് കുറയുമ്പോൾ നമ്മുടെ ഹെയറിലോട്ടുള്ള ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഈ ഫോളിക്കിൾസ് ഒക്കെ ചെറുതായി ഹെയർ തിന്നിങ് ഉണ്ടായി മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഹെയറിന് ബ്ലാക്ക് കളർ കൊടുക്കുന്ന ഈ പിഗ്മെന്റ് മെലാനിൻ എന്ന് പറഞ്ഞൊരു കളറാണ് നമുക്ക് ഈ ബ്ലാക്ക് കളർ വരുന്നത്. അത് ഈ B12 ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ നമുക്ക് നര പെട്ടെന്ന് വരാൻ, പ്രിമച്യൂറായിട്ട് ഗ്രേയിങ് വരാനുള്ള ഒരു പോസിബിലിറ്റിയും കാര്യങ്ങളും B12 ഡെഫിഷ്യൻസിക്ക് ഉണ്ട്. ഇത് സ്കിന്നിലാവുമ്പോൾ സ്കിന്നിന്റെ സെൽ റീജനറേഷനെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്കിന്നിന് കുറച്ചുകൂടി ഡ്രൈ ആവാനും ഡള്ളാവാനും അൺഈവൻ ടോൺ ആവാനൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ കയ്യിലും കാലിലും ഒക്കെ ചില രീതിയിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ, കറുപ്പ് കളർ വരാനുള്ള രീതിയിലുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ സ്കിന്നിലുണ്ട് B12 ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട്. ഇത് യൂഷ്വലി നമ്മൾ കാണാതെ പോകുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടീഷൻസ് വേറെ പല അസുഖങ്ങളിലും ഓവർലാപ്പ് ചെയ്യണോണ്ട് യൂഷ്വലി B12 ഡെഫിഷ്യൻസി നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാറില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. നെയിൽസ് ആണെന്നുണ്ടെങ്കിലും നെയിലിലും ഇതേപോലെ കുറച്ച് ബ്രിട്ടിൽ ആയിട്ടുള്ള നെയിൽസും കാര്യങ്ങളൊക്കെ വരാനുള്ള പോസിബിലിറ്റി B12 ഡെഫിഷ്യൻസിക്ക് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ B12 ഡെഫിഷ്യൻസി വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും കിട്ടുക ആനിമൽ സോഴ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മീറ്റും എഗ്സും മിൽക്ക് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫിഷും ഇതൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ വെജിറ്റേറിയൻസ്, വീഗൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇത് നോർമലി കഴിക്കുന്ന ആളുകളിൽ തന്നെ B12 ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യുക ബേസിക്കലി നമ്മുടെ ഡെഫിഷ്യൻസിയുടെ ഇതനുസരിച്ചാണ്, സിവിയറിറ്റി അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് B12 നമുക്ക് ഓറൽ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കാം. ഇപ്പോൾ അബ്സോർപ്ഷന് പ്രശ്നമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഓറലി സപ്ലിമെന്റ് ചെയ്ത് നമുക്ക് B12 കഴിക്കാം. ഇഞ്ചെക്ഷൻസ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇഞ്ചെക്ഷൻസ് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ അലർജി ഉണ്ടാവാനും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാനും അങ്ങനത്തെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇഞ്ചെക്ഷൻസിനുണ്ട്. എന്നാലും നമ്മൾ ഓറൽ സപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതിന് യൂഷ്വലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് നോർമലി യൂറിനിലോട്ട് ഇത് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്തോളും. നോർമലി ഒരാൾക്ക് ഒരു 2.4 മൈക്രോഗ്രാംസ് ആണ് ഒരു ഡെയിലി ഇൻടേക്ക് ആയിട്ട് വൈറ്റമിൻ B12 ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആയിട്ട്, ഫുഡിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വൈറ്റമിൻ B12, ചില ഫുഡ് സ്റ്റഫ് വൈറ്റമിൻ B12 ഫോർട്ടിഫൈഡ് ആയിട്ട് ഉണ്ട്. ചില വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ട് B12 ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള. അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്കിത് സപ്ലിമെന്റ് ചെയ്യാം പല രീതിയിലും. അപ്പോൾ B12 ഡെഫിഷ്യൻസി നമ്മൾ അധികം നെഗ്ലക്ട് ചെയ്ത് പോകുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ നമ്മുടെ സെല്ലിൻ്റെ റീജനറേഷനും അതേപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവാനും നമ്മുടെ അനീമിയ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിലും ഹെയറിലും കുറേ പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്നത്.